welcome back to my channel. എല്ലാവർക്കും FoodieTalkലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിറ്റാമിൻ സിയെ പറ്റിയിട്ടാണ്. അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഗുണങ്ങളാണ് വിറ്റാമിൻ സി നമ്മുടെ ബോഡിയിൽ ചെന്നാൽ. സ്കിന്നിന്റെ കാര്യത്തിൽ അറിയാലോ, സ്കിന്നിൽ വിറ്റാമിൻ സി നമ്മളിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വിറ്റാമിൻ സി സെറമാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ബോഡിയിലേക്ക് വിറ്റാമിൻ സി എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ FoodieTalkല്. സോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. വിറ്റാമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നതാണ് വൈറ്റമിൻ സി അല്ലേ. പക്ഷേ വിറ്റാമിൻസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാറില്ല. നമുക്ക് കിട്ടുന്നത് വൈറ്റമിൻ സി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് ബെറീസ്, സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ലെമൺ, ഓറഞ്ച്, പിന്നെന്താ വെജിറ്റബിൾസിൽ പറയുകയാണെങ്കിൽ ബ്രോക്കലി, ക്യാപ്സിക്കം, ചീര, അങ്ങനെയുള്ള ഐറ്റംസിന് ഇലക്കറികളിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും വൈറ്റമിൻ സി കിട്ടുന്നത്. ഡെയിലി കഴിക്കുന്നതിൻ്റെ അളവ് പ്രകാരം പറയുന്നത് സ്ത്രീകൾ 75 mg കഴിക്കണമെന്നും ആണുങ്ങൾ 90 mg കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അത് പോകണം എന്ന നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും സപ്ലിമെൻറ്റ്സിൻ്റെ ഹെൽപ്പ് തേടാറുണ്ട്. വിറ്റാമിൻ സി നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിൽ നിന്ന് നമ്മളെ ഒരു പരിധിവരെ വിറ്റാമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യും. വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സോ നമ്മുടെ ബ്ലഡിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ലെവൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡെയിലി വിറ്റാമിൻ സി ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഹാർട്ട് ഡിസീസസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സി നമ്മുടെ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പോൾ ഹെൽത്തി ബോഡി ആണെങ്കിലും അല്ല ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാരാണെങ്കിലും അതിനെ മാനേജ് ചെയ്യാൻ ഈ വിറ്റാമിൻ സി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ട് ഡിസീസസിൽ നിന്ന് നമ്മളെ ഒരു പരിധി വരെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ട്രൈഗ്ലിസറിൻ ലെവൽ കുറയ്ക്കാനും ഒക്കെ നമ്മൾ വിറ്റാമിൻ സി ഇൻടേക്ക് കഴിക്കുകയാണ്. വിറ്റാമിൻ സി നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് സപ്ലിമെൻറ്റ്സ് ആണ്. സോ നമ്മൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ വിറ്റാമിൻ സി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് അത് കൂടുതൽ നന്നായിട്ട് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് വിറ്റാമിൻ സി. ഓക്കെ, ഹാർട്ട് ഡിസീസസിന്. നാലാമത്തെ പോയിന്റ്, വിറ്റാമിൻ സി നമ്മൾ ഫുഡായിട്ടോ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ടോ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഗൗട്ട് ഡിസീസസിൽ നിന്നും അല്ലെങ്കിൽ ബ്ലഡ് യൂറിക് ആസിഡ് ലെവൽ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് രണ്ട് രീതിയിലും ഫുഡായിട്ടും കഴിക്കാമല്ല സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കുന്നവരാണെങ്കിലും അത് കുറേ വ്യത്യാസങ്ങൾ കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ സി അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കും. ഈവൻ വീഗൻ ആണെങ്കിൽ പോലും, അതായത് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അയേൺ വലിച്ചെടുക്കാനുള്ള കഴിവ് വിറ്റാമിൻ സിക്ക് ഉണ്ട്. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വിറ്റാമിൻ സി അയേൺ വലിച്ചെടുത്ത് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കും. സോ വിറ്റാമിൻ സി നമ്മുടെ അയേൺ ഡെഫിഷ്യൻസിയിൽ നിന്ന് നമ്മളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ സി നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ഡിഫെൻസ് മെക്കാനിസം നല്ലോണം ഇംപ്രൂവ് ആവും. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇംപ്രൂവ് ആവും. അതേമാതിരി തന്നെ നമ്മൾ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ സഹായിക്കും. അതുകൊണ്ടാണ് വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്കിൻ കെയറിലും വൈറ്റമിൻ സി സെറംസ് ഒക്കെ, സെറം എന്ന് പറയുന്നത് ഏറ്റവും കോൺസെൻട്രേറ്റഡ് സാധനമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ മോർണിംഗ് സ്കിൻ കെയറിലും മേക്കപ്പിലും സ്കിൻ കെയറിലൊക്കെ നമ്മൾ ഈ മേക്കപ്പിലല്ല സ്കിൻ കെയറിൽ നമ്മൾ വൈറ്റമിൻ സി സെറം ഇത്ര ഫേമസ് ആവാനും എല്ലാവരും യൂസ് ചെയ്യുന്നതും ഒക്കെ അതിനുള്ള കാരണം. ഓക്കെ, വിറ്റാമിൻ സി അല്ലെങ്കിൽ വൈറ്റമിൻ സി നമ്മുടെ മെമ്മറിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെമ്മറി കൂട്ടാനും നമ്മുടെ തിങ്കിങ് പവർ കൂട്ടാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ സപ്ലിമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടെ സപ്ലിമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി വിറ്റാമിൻ സി ഇൻടേക്ക് കൂട്ടാൻ നോക്കുക. ഓക്കെ, ഇത്ര നേരം പറഞ്ഞ 7 പോയിന്റും പ്രൂവൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി പ്രൂവൻ അല്ലാത്ത കുറച്ച് പോയിന്റ്സ് കൂടിയുണ്ട്. ഇത് പുറത്ത് പറഞ്ഞു കേൾക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മളെ ജലദോഷത്തിൽ നിന്ന് വിറ്റാമിൻ സി ഒരു പരിധിവരെ ജലദോഷം വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ക്യാൻസർ വരാതിരിക്കാൻ കുറേ ഹെൽപ്പ് ചെയ്യും. കണ്ണ് രോഗങ്ങൾ വരാതിരിക്കാൻ കുറേ ഹെൽപ്പ് ചെയ്യും. കണ്ണ് ഡിസീസസ് വരാതിരിക്കാൻ കുറേ ഹെൽപ്പ് ചെയ്യും. ലെഡിൻ്റെ ടോക്സിസിറ്റി വരാതിരിക്കാൻ കുറേ ഹെൽപ്പ് ചെയ്യും.
അങ്ങനെയുള്ള കുറച്ച് പ്രൂവൻ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രൂവൻഡ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 7 പോയിൻ്റാണ് പ്രൂവൻ ആയിട്ടുള്ളത്. സോ വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഐറ്റമാണ്. നമ്മൾക്ക് കിട്ടുന്നത് ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്നും മാത്രമാണ് നമ്മൾ ഈ കഴിക്കുന്ന. സോ ചീര, ക്യാപ്സിക്കം, ഓറഞ്ച്, ലെമൺസോ എല്ലാവരും ഡെയിലി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കുറച്ച് ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങാം കഴിക്കാത്തവരാണെങ്കിൽ. നമുക്ക് ഇന്നത്തെ ഫുഡി ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.